ആദ്യമായി എൻ്റെ തിരുക്കുമാരനും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ പേര് ഗീത. ഞാൻ കായംകുളത്ത് നിന്നും വരുന്നു. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കൾക്ക്, എനിക്ക് എല്ലാം. ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ അൾത്താരയിൽ വന്ന് എൻ്റെ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ വരുമ്പോഴും 2 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ ഭയങ്കര ദുരന്തങ്ങളാണ് നടക്കുന്നത്. എൻ്റെ മകനൊരു ആക്സിഡൻറ്റ്, എൻ്റെ ഹസ്ബൻഡിനൊരു ആക്സിഡൻറ്റ്, എൻ്റെ മോളുടെ കുഞ്ഞിന് ഒരു ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ. അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എനിക്ക്. ഞാൻ അങ്ങനെ വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് ഓരോ പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ വീട്ടിൽ ഓരോ കാര്യങ്ങളും എൻ്റെ അമ്മ നടത്തി തരുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇതുവരെയും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് എടുക്കാം, നാളെ എടുക്കാമെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ വീട്ടിലെ സാഹചര്യം കാരണം എനിക്ക് വന്നൊരു ഉടമ്പടി എടുക്കാൻ പറ്റാതെയായി. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഞാൻ എൻ്റെ ഒരു NSSൻ്റെ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറയുന്നു എൻ്റെ കഴുത്തിനൊരു മുഴയെന്ന്. പക്ഷേ ഞാനത് കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. എനിക്ക് 2-3 ദിവസങ്ങളായിട്ട് ശ്വാസം മുട്ടലും പുറത്ത് വേദനയും ഇടത് കൈക്ക് വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് നോക്കിയതുമില്ല, എന്താണെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ആ കൂട്ടുകാരി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, കഴുത്തിലൊരു മുഴയല്ലോ, ഇതുവരെ അത് ചേച്ചി കണ്ടില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ വന്നു. അപ്പോഴേ എനിക്ക് ടെൻഷനായി. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ മക്കളോട് ചോദിച്ചു, എൻ്റെ കഴുത്തിലൊരു മുഴയുണ്ടായിട്ട് നിങ്ങളാരും കണ്ടില്ലേ? ഇതേപോലെ അവർ പറഞ്ഞപ്പോഴാണല്ലോ അറിയുന്നതെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ENT കാണിച്ചപ്പോൾ അത് പുള്ളി പറഞ്ഞു മരുന്നൊന്നും തരാൻ ഇപ്പോൾ പറ്റത്തില്ല, പോയി സ്കാൻ ചെയ്തിട്ട് വരാൻ. ഞാൻ അങ്ങനെ സ്കാനിങ് സെൻറ്ററിൽ പോയി. എൻ്റെ ഞാനും എൻ്റെ മകനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിൽ കൂടി ഇവിടെ വരുമ്പോഴൊക്കെ ഇവിടുത്തെ ഉപ്പ് മേടിച്ചുകൊണ്ട് പോകും, തേൻ മേടിച്ചുകൊണ്ട് പോകും, ഇവിടുത്തെ അമ്മയുടെ രൂപമുള്ള ആ കാശ് രൂപം ലോക്കറ്റും മേടിച്ചുകൊണ്ട് പോകും. ഞാൻ ഇതൊക്കെ കഴിച്ച് ഉപ്പ് വെള്ളത്തിലൊക്കെ കലക്കി കുടിച്ചിട്ടാണ് ഈ സ്കാനിങ്ങിന് പോകുന്നത്. സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിഷമിച്ചു. എന്ന് വെച്ചാൽ 3-4 ദുരന്തങ്ങൾ ഈ 2 വർഷം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് അടുത്ത ഒരു ദുരന്തമോ എൻ്റെ യേശുവേ. ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ട് സ്കാനിങ് സെൻറ്ററിൽ പോകുമ്പം ഞാൻ ആ കാശ് രൂപം എൻ്റെ കയ്യിൽ വെച്ച് അവിടെ ചെന്ന് ഉള്ളിലേക്ക് എന്നെ കയറ്റി. ഒരു ലേഡി ഡോക്ടറായിരുന്നു. അവരെന്നെ സ്കാനിങ്ങിന് കിടത്തും. ഞാൻ ഈ കാശ് രൂപം എൻ്റെ നെഞ്ചത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് കൈ മടക്കി പിടിച്ചുകൊണ്ടിരിക്കും. മാതാവേ, ഈ കുത്തിയെടുക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പവും വരല്ലേ സ്കാൻ ചെയ്യുന്നതിനകത്ത്. അങ്ങനെ ആ ഡോക്ടർ എന്നെ സ്കാൻ ചെയ്തു. സ്കാനിങ് റിപ്പോർട്ട് കൊണ്ടുവന്നു. ഇവിടെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് ഡോക്ടർ പറയുക ഇത് പ്രശ്നമാണ്, ഈ മുഴ നിറച്ച് ഫ്ലൂയിഡ്. അപ്പോൾ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തു, എനിക്കിതൊന്നുമില്ല. അവർക്ക് ക്യാൻസറിൻ്റെ ഒരു ഇതാണ് വന്നേക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞു ഇത് കുത്തിയെടുത്തിട്ട് വരണം, നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷമേ ഇനി എന്തെങ്കിലും മരുന്ന് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ അവിടെ നിന്ന് വലിയ വായിൽ കരഞ്ഞു. ഞാൻ അങ്ങനെ വീട്ടിൽ വന്നു. പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് തലയനക്കാൻ വയ്യ. എന്നെ സ്കാനിങ്ങിന് വിട്ടു. ഞാൻ അവിടെ ചെന്ന് സ്കാൻ ചെയ്യുമ്പോൾ ആ ലേഡി ഡോക്ടർ എന്നെ അകത്ത് കയറ്റി സ്കാൻ ചെയ്യാൻ വേണ്ടി ഈ സൂചി ഫ്ലൂയിഡ് കുത്താൻ വേണ്ടി 3 പ്രാവശ്യം എൻ്റെ തൊണ്ടയിലേക്ക് ഈ സൂചി ഇറക്കി. അപ്പോഴൊന്നും ഈ ഫ്ലൂയിഡ് കിട്ടത്തില്ല. ഞാൻ അവിടെ നിന്ന് പറയും മാതാവേ, ഈ ഫ്ലൂയിഡ് കിട്ടല്ലേ, എനിക്ക് പേടിയാ മാതാവേ, എനിക്ക് ക്യാൻസർ രോഗമാണെങ്കിൽ ഇനി ഞാൻ ജീവിക്കത്തില്ല എൻ്റെ മാതാവേ, എനിക്ക് ഭയങ്കര പേടിയാ എന്ന് ഞാൻ പറഞ്ഞ് വിളിച്ചു. ഞാൻ ആ സ്കാനിങ് സെൻറ്ററിൽ നിന്ന് കരയുമ്പോൾ ഡോക്ടർ എന്നോട് ചോദിക്കുന്നത് എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ, ഒരു കുഴപ്പമില്ല, ഞങ്ങളൊന്ന് കുത്തിയെടുക്കട്ടെ, ഒന്ന് സമാധാനത്തെ കിടക്കുന്നു. അവരെൻ്റെ കഴുത്ത് പിടിച്ച് മലർത്തി എന്നെ അവിടെ പിടിച്ച് കിടത്തും. ഞാൻ ശ്വാസം മുട്ടി ഓടി എണീക്കും. വീണ്ടും എന്നെ പിടിച്ച് കിടത്തും, ഞാൻ ശ്വാസം മുട്ടി ഓടി എണീക്കും. എന്നിട്ട് വെളിയിൽ വന്നിരുന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും. അങ്ങനെ 3 പ്രാവശ്യം കുത്തിയിട്ടും കിട്ടിയില്ല. എന്നെ അവർ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു നാളെ വന്ന് സർജനെ കാണ്, എന്തായാലും ഇത് കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യാതെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് ഭയങ്കര പേടി. വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഈ മക്കളോട് പറഞ്ഞ് എനിക്ക് ഭയങ്കര പേടിയായി, ഇത് കുത്തിയെടുക്കാൻ ഞാനിനിയും പോകുന്നില്ല എന്ന്. അങ്ങനെ എൻ്റെ മകൻ എന്നെ വിളിച്ച് നമുക്ക് പോയി ഉടമ്പടി എടുക്കാം, അതിനുശേഷം കുത്തിയെടുക്കാൻ പോയാൽ മതിയെന്ന്. പക്ഷേ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ എൻ്റെ അമ്മ മാതാവ് കാണിച്ചു തന്ന ഒരു വഴിയായിരിക്കും അത്. ഞാൻ പിറ്റേ ദിവസം, അതായത് ഈ കഴിഞ്ഞ നവംബർ 13-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാനിവിടെ അൾത്താരയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാനിവിടുന്ന് കയറിപ്പോകുമ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് വിഷമിക്കുന്നത്, ഇത്രയും വലിയ വിഷമം എന്താ? ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും കരഞ്ഞു, സിസ്റ്ററെ എൻ്റെ കഴുത്തിലൊരു മുഴ, നാളെ ഇത് കുത്തിയെടുത്ത് ടെസ്റ്റിന് വിടുക, എനിക്ക് പേടിയാ, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം, ഇത് ക്യാൻസർ ആകരുതെന്ന്. എനിക്ക് അത്രത്തോളം ഞാൻ വിഷമിച്ചിരിക്കുക. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നിനക്കൊന്നും വരുത്തില്ല, നീ അൾത്താരയുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കൂ, നാളെ നീ സാക്ഷ്യം പറഞ്ഞോളാം ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ 2 ദിവസമായി 3 ദിവസമായി ഈ ഡോക്ടർക്ക് സമയം കിട്ടുന്നില്ല എൻ്റെ തൊണ്ടയിൽ നിന്ന് കുത്തിയെടുക്കാൻ. അങ്ങനെ ഈ മുഴ ചെറുതായി വന്ന് 7 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു മുഴയായിരുന്നു.
അത് നിറയെ ഫ്ലൂയിഡും. ഒന്ന് നോക്കിക്കോണം അമ്മ മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹം. പിറ്റേ ദിവസം എനിക്ക് ബലമായി. എന്താണെന്ന് വെച്ചാൽ ഉടമ്പടിയുടെ കാശ് രൂപം എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ഈ കാശ് രൂപം കഴുത്തിലെല്ലാം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ എൻ്റെ കഴുത്തിൽ നിന്ന് കുത്തിയെടുക്കുന്നതിനകത്ത് ഫ്ലൂയിഡിനകത്ത് ഒരംശം പോലും ക്യാൻസറിൻ്റെ ഒരിതും എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും ഉണ്ടാകല്ലേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ വീടെല്ലാം മരണ വീട് പോലെ, മക്കൾ എന്നെ കാണാതെ കരയുന്നു, ഞാൻ മക്കളെ കാണാതെ കരയുന്നു. ആ ഒരു രീതിയായിരുന്നു. അങ്ങനെ കുത്തിയെടുത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് സർജൻ വിളിക്കുകയാണ് സ്കാനിങ്ങിൽ നിന്ന്, നിങ്ങളത് കുത്തിയെടുക്കാൻ വരണം, നമുക്ക് ടെസ്റ്റിന് അയക്കണമെന്ന്. കുത്തിയെടുത്ത് കഴിഞ്ഞ് അവിടെ നിന്നും ഞാൻ വിറയ്ക്കുവാ. ഞാൻ ആ സ്കാനിങ് സെൻ്ററിനകത്ത് കയറുമ്പോൾ അവർക്ക് കുത്താൻ സൂചി ഇറക്കാൻ പറ്റത്തില്ല, അത്രത്തോളം ഞാൻ വിറയ്ക്കുവാ. എന്നെ ഡോക്ടർ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് കുറച്ച് നേരം ഒന്ന് ശാന്തമായിട്ടിരിക്കുക, ഒന്നും പേടിക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഡോക്ടറെ 1 മിനിറ്റ് എന്നെ ഒന്ന് എണീപ്പിച്ചിരുത്ത്. ഞാൻ അവിടെ എണീറ്റിരുന്ന് അപ്പോൾ ഇരുത്തി കുത്തിയെടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ കാശുരൂപം എൻ്റെ തൊണ്ടയിലുടനീളം ഇങ്ങനെ തൂത്തിരുന്നു. ഇരുന്നിട്ട് പറഞ്ഞു, അമ്മേ എൻ്റെ അമ്മയുണ്ടല്ലോ എൻ്റെ കൂടെ, ഈ ഫ്ലൂയിഡ് കൊണ്ടുപോകുമ്പോൾ എൻ്റെ അമ്മ കൂടെ പോകണം. ഇത് എവിടെയായിരുന്നാലും ഇതിൻ്റെ ടെസ്റ്റ് കഴിയുന്നത് വരെ എൻ്റെ അമ്മ മാതാവ് ആ ഫ്ലൂയിഡിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. എനിക്കൊരു ക്യാൻസർ രോഗം ഉണ്ടാകരുത്. ഇനി എനിക്ക് സഹിക്കത്തില്ല, എനിക്ക് ഇത്രയും കടമ്പകൾ കടന്ന് എനിക്ക് ഇനിയും വയ്യ. എൻ്റെ മോനെ അന്ധകാരത്തിലാക്കരുത് മാതാവേ. എൻ്റെ മോൻ ആക്സിഡൻറ്റ് പറ്റിയിരിക്കുക, എനിക്കൊരു വീടില്ല, എൻ്റെ മോനൊരു ജോലിയായില്ല, എൻ്റെ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കരുതെന്ന് വലിയ വായില ഞാൻ വിളിച്ചു പോയി. ആ സ്കാനിങ് സെൻ്ററിൽ ഇരുന്ന് കരഞ്ഞു. അങ്ങനെ 5 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കാത്തിരിക്കുക, ദൈവത്തെ വിളിച്ച് മാതാവിനെ മാത്രം. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, ഞാൻ എല്ലാം ചെയ്യും. ഞാൻ പറയും, മാതാവേ 5 ദിവസമാകുമ്പോൾ എൻ്റെ റിസൾട്ട് വരും, എൻ്റെ വിധി എന്താ? എല്ലാം ഞാൻ അമ്മയ്ക്ക് വിട്ട് തന്നിരിക്കുക. 3-ാം ദിവസമായപ്പോൾ റിസൾട്ട് വന്നു, എനിക്ക് ക്യാൻസർ ഇല്ല, ഒരു കുഴപ്പവും ഇല്ലെന്നും പറഞ്ഞ്. ഞാൻ ആ റിസൾട്ടുമായിട്ട് അന്ന് തന്നെ ഡോക്ടറുടെ അടുത്ത് പോയി. അവിടെ ചെന്ന് ഡോക്ടർ നോക്കുമ്പോൾ ഈ 7 സെൻറ്റിമീറ്ററുള്ള മുഴ എൻ്റെ തൊണ്ടയ്ക്കില്ല കാണാൻ. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ അവിടെ നിന്ന് സന്തോഷിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ സന്തോഷമായോ? ഞാൻ പറഞ്ഞു, ആ മുഴയില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഞാൻ അന്നാണ് ഉറങ്ങുന്നത്. നീണ്ട 2 വർഷമായി ഞാൻ ഉറങ്ങിയിട്ട്. ഈ ഉടമ്പടി എടുത്ത് എൻ്റെ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ഉറങ്ങുന്ന അറിയത്തില്ല. ഇപ്പം ഞാൻ കിടന്നുപോയി നേരം വെളുത്ത് 5:20 ഞാൻ അലാറം വെക്കും. പെട്ടെന്ന് ഓടി എണീറ്റ് കയ്യും കാലും മുഖം കഴുകി ഞാൻ പ്രാർത്ഥന ചെല്ലും. കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥന ചെല്ലും. ഇത് വിശ്വാസപ്രമാണം ചെല്ലും. നടക്കുന്ന നടപ്പിലും അടുക്കളയിൽ എന്ത് ജോലി ചെയ്താലും രാവിലെ ഞാൻ എൻ്റെ ഫോൺ ഓണാക്കി അടുക്കളയിൽ വെക്കും. നമ്മുടെ ഇവിടുത്തെ പരിശുദ്ധ അച്ഛൻ്റെ പ്രാർത്ഥനകളും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ എല്ലാവർക്കും അത് സെൻഡ് ചെയ്യും. എൻ്റെ കൂട്ടുകാർക്കെല്ലാം സെൻഡ് ചെയ്ത് കൊടുക്കും. ആര് വിളിച്ചാലും ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും കാര്യങ്ങൾ അവരോട് പറയും. ആരെങ്കിലും രക്ഷപ്പെട്ടു പോകട്ടെ. ഇപ്പോൾ ഞാൻ എപ്പോഴും അമ്മയുടെ അൾത്താരയിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഈ ലോകത്തൂന്നേ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെ എടുത്തു മാറ്റണം. ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞിന് പോലും ഇതുണ്ടാകരുത്. എത്രയോ കുടുംബങ്ങൾ വിഷമിക്കുന്നു. ഇതൊക്കെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. അതുകൂടാതെ ഞാൻ പത്രങ്ങൾ നടന്നു കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും. ഇതിനിടെ 2 പ്രാവശ്യം വന്ന് ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. എനിക്കതൊരു സന്തോഷമാണ്. ഇപ്രാവശ്യം ഞാൻ കായംകുളത്ത് നിന്നും കൊച്ചിയുടെ ജെട്ടി അഴീക്കൽ ഭാഗത്ത് നടന്നാണ്. അപ്പോൾ ഒരു വെയിലത്ത് ഞാൻ അവിടെ നടന്ന് ഓരോരുത്തർക്കും ഞാൻ പത്രം കൊടുത്തു. എനിക്കതൊരു സന്തോഷമാണ്. ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ പൊതിച്ചോറ്, ഒരു ദിവസം പൊതിച്ചോറുണ്ടാക്കി. ഞാനപ്പോൾ മനസ്സിൽ വിചാരിക്കുമോ, ദൈവമേ റോഡരികിൽ ഈ കണ്ണ് കാണാത്തതും ചെവി കേൾക്കാത്തതും ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് ആൾക്കാർ ഇരിക്കുമല്ലോ, ഇവർക്ക് കൊടുക്കാൻ ഇടയാക്കണേ അമ്മേ ഈ പൊതിച്ചോറെന്നും പറഞ്ഞ് ഞാൻ കുറേ കൂടുതൽ ചോറൊക്കെ വിളമ്പി പൊതിക്കകത്താക്കി. കായംകുളം ചെന്നപ്പോൾ അന്ന് വൃശ്ചിക 1 എല്ലാവരും ഓച്ചറ പോയതായിരിക്കും, ഒരാൾക്കാരെയും കണ്ടില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അവിടെ നിന്ന് കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന 2-3 അമ്മമാർക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അവരുടെ കയ്യിൽ കൊടുത്ത് രാവിലെയും വൈകിട്ടും നിങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ചോറ് വെച്ചപ്പോൾ ഞാൻ മനസ്സിലാലോചിക്കുക, ദൈവമേ എനിക്ക് അങ്ങനെയുള്ളവർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഒരു ചെവി കേൾക്കാത്തതോ കണ്ണ് കാണാത്തതോ നാക്കെടുക്കാത്തതോ ആരോരുമില്ലാത്ത ആർക്കെങ്കിലും ഒരു പൊതി ചോറ് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നും എൻ്റെ ഹാളിൽ വന്നിരുന്ന് ഈ ഫോൺ എടുത്തപ്പം നമ്മുടെ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ഇത് കിട്ടി. ഞാൻ അതവഴി നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എൻ്റെ മകൾ വെളിയിൽ നിന്ന് പൊടിക്കുഞ്ഞുണ്ട്, 2 വയസ്സായി. കുഞ്ഞിന് കുറുക്ക് കൊടുത്തോണ്ടിരിക്കുമ്പോൾ എന്നെ വിളിക്കും, അമ്മച്ചി ഇങ്ങോട്ടൊന്ന് വന്നേ. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ, ഞാൻ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ലേ, അമ്മ ഇങ്ങോട്ടൊന്ന് വന്നിതാണ് അമ്മയെ ഒരാൾ വിളിക്കുന്നെന്ന്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ മാതാവിൻ്റെ കൃപയെന്ന് പറയണം, ചെവി കേൾക്കാത്തതും നാക്കെടുക്കാത്തതുമായ ഒരു കൊച്ചന് എൻ്റെ മുൻപിൽ വന്ന് അവിടെ വന്ന് നിന്നുകൊണ്ട് ചോറ് ചോദിക്കുവാണ്. അവിടെ വന്ന് നിന്നു.
എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം മാതാവ് ഉണ്ടാക്കി തന്നു. ഞാൻ ആ കൊച്ചനെ എൻ്റെ പെരയ്ക്കകത്ത് ഡൈനിങ് ടേബിളിൽ വിളിച്ചിരുത്തി. അപ്പോൾ അത് വരുത്തില്ല, ഞാൻ പുറത്തിരുന്നോളാന്ന്. അതെന്നെ കണ്ടപ്പോഴേ കുരിശ് വരയ്ക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ അമ്മ എൻ്റെ ആ ആഗ്രഹം സാധിച്ചത് ഞാൻ ആ കുഞ്ഞിന് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാനിങ്ങനെ റോഡരിയിലിരിക്കുന്ന ആൾക്കാരെ എനിക്ക് കിട്ടി, അവർക്കെല്ലാം കൊണ്ടു നടന്ന് ചോറും പൊതികളും കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എൻ്റെ മോൻ ആക്സിഡൻറ്റ് വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കിടക്കുന്ന സമയത്ത് എൻ്റെ സ്വകാര്യ ഭാഗത്തൊരു പരുവ് വന്നു. ഒരു ചെറിയ പരുവ് ആദ്യം വന്നു. പിറ്റേ ദിവസമായപ്പോൾ അത് വലുതായി. എനിക്ക് നാണക്കേട് കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനും വയ്യ, എനിക്ക് ഒരു മനുഷ്യരോടുത്ത് അത് പറയാനും വയ്യ. ഞാനിങ്ങനെ കൊണ്ടു നടന്നു. ഒരു വെള്ളി രൂപയുടെ വൃത്തത്തിൽ ഇതങ്ങ് അളയായി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ പേടിച്ചു പോകുന്ന രീതിയിൽ ഇത് ഞാൻ ആരോടും മിണ്ടിയില്ല, എൻ്റെ മക്കളോടോ ആരോടെയും. ലാസ്റ്റ് ഞാൻ എൻ്റെ ഒട്ടും നടക്കാൻ വയ്യാതായപ്പോൾ ഞാൻ എൻ്റെ നാത്തുവിൻ്റെ അടുത്ത് പറഞ്ഞു, മാളു എന്നാണ് പേര്, മാളു എനിക്ക് ഇങ്ങനെ ഒരു ഭാഗത്തൊരു പരുവ് വന്ന് ഇതങ്ങ് അളയായി, ഞാൻ എന്ത് ചെയ്യും? ഇവളെന്നെ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, ചേച്ചി ഇവിടെ അടുത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായി, കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ക്യാൻസറാണ്, ചേച്ചി എന്തിനത് വെച്ചോണ്ടിരുന്നു? ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ ദൈവമേ മാതാവേ, എനിക്ക് അങ്ങനെ ഒരു അനുഭവം തരല്ലേ. അന്നും ഉടമ്പടിക്ക് മുൻപും എനിക്കിങ്ങനെ 1-2 അനുഭവങ്ങൾ വന്നു. ഞാൻ അമ്മയെ പ്രാർത്ഥിച്ചു, 3 ദിവസത്തിനകം എൻ്റെ ഈ ശരീരത്തുനിന്ന് ഇത് മാറ്റിത്തരണം. ഞാൻ എൻ്റെ അമ്മയുടെ അൾത്താരയിൽ വന്ന് കുമ്പിട്ട് പ്രാർത്ഥിച്ചോളാം, ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. 3-ാം ദിവസം ഞാൻ രാവിലെ എണീക്കുമ്പോൾ ആ ഭാഗത്ത് ആ ഒരു പരുവ് വന്ന പാടുപോലുമില്ല. എൻ്റെ അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തന്നു. ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്നു, എൻ്റെ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പോയി. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും എൻ്റെ അമ്മയും തിരുക്കുമാരനുമാണ് ഇതിനെല്ലാം സാക്ഷി. ഇന്ന് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ കൃപയാണ്, എൻ്റെ യേശുവിൻ്റെ കൃപയാണ്. ഇല്ലെങ്കിൽ എന്നേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇപ്പോൾ പോയേനെ. അങ്ങനെ ഒരു അസുഖം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്നേരമേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയേനെ. എല്ലാത്തിനും എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. സങ്കീർത്തനങ്ങൾ 27:5 തിരുവചനം അരുളി ചെയ്യുന്നു, ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ഇവിടെ തൻ്റെ ജീവിത അനുഭവങ്ങൾ അത് ഒത്തിരിയേറെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള രോഗങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ആയിട്ട് വരുന്ന ഓരോ മക്കൾക്ക് അവരെങ്ങനെയാണ് പാറമേൽ നിർത്തുന്ന അനുഭവമായിട്ട് അവരുടെ ജീവിതത്തിൽ അവർ പിന്നീട് ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ ഏറ്റുപറഞ്ഞ് മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തെ ഏറ്റുപറഞ്ഞ് സാക്ഷ്യം വഹിക്കുക. തൻ്റെ രോഗസൗഖ്യം, അതുപോലെ തനിക്ക് ചെയ്യാൻ പറ്റിയ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അങ്ങനെ ഇന്ന് എത്രമാത്രം സമാധാനവും സന്തോഷവുമാണ് തനിക്കുള്ളത്. പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ വ്യക്തികളെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുണ്ടാകുന്ന ആ ഒരു ആഗ്രഹം, ഇതെല്ലാമാണ് ഈ മകള് ഇന്നിവിടെ പങ്കുവെച്ചത്. അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ നൽകുന്ന കൃപകൾ, ആ കൃപകൾക്ക് നമുക്ക് നന്ദിയുള്ളവരാകാം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.